ഹലോ. അപ്പം നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പം ചാപ്റ്ററുമായി ബന്ധപ്പെട്ട നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രീ റിക്വസൈറ്റ്സ്, മുന്നറിവുകൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിനെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ കുഞ്ഞുമക്കളെ. അതുകൊണ്ട് നന്നായിട്ട് അതൊന്ന് വായിക്കണം, പഠിക്കണം. ഓക്കെ. അപ്പം നമ്മൾ ആ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, പാഠത്തിൻ്റെ പേരിൽ തന്നെയുണ്ട്, എന്താണടാ ആ ലെസണിൻ്റെ പേരെന്താണടാ? മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. There is a relationship between electric current and magnetism. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലൊരു ബന്ധമുണ്ട്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും ഒരു കോയിനിൻ്റെ രണ്ട് വശങ്ങളാണ്. മാഗ്നറ്റിസം ഉണ്ടോ, ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ മാഗ്നറ്റിസം ഇല്ല. ഓക്കെ. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം, അഭേദ്യമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്ന ആളാണ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ്. ഓക്കെ. എന്താണ് അയാളുടെ പേര്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ്. ഓക്കെ. ഇത് പ്രൊണൗൺസിയേഷൻ പല രീതിയിൽ പറയാറുണ്ട്. ഓയിസ്റ്റഡ് എന്ന് വായിക്കുന്ന ആൾക്കാരുണ്ട്. ഓയിസ്റ്റഡ്, ഈസ്റ്റഡ് എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ. ഞാനിവിടെ ഈസ്റ്റഡ് എന്നാണ് പറയുന്നത്. ഓക്കെ. ചില ആൾക്കാർ ഓയിസ്റ്റഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാളം ടെക്സ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ. അതിന് ഈസ്റ്റഡ് എന്നാണ് പ്രൊണൗൺസിയേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് തൽക്കാലം ഈസ്റ്റഡ് എന്ന് പറയാം, കുഴപ്പമില്ല. അപ്പൊ ഇദ്ദേഹമാണ് ഈ റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി നമുക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹം 1820 ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ. അദ്ദേഹം ആക്ച്വലി ഈ റിലേഷൻഷിപ്പ് യാദൃശ്ചികമായിട്ടാണ് കണ്ടെത്തുന്നത്. ഓക്കെ. ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത്, വേറൊരു എക്സ്പെരിമെന്റ്, കറന്റുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് ഇദ്ദേഹം ഈ കണ്ടുപിടുത്തം നടത്തുന്നത്. ഓക്കെ. അപ്പോൾ എന്തായിക്കൊള്ളട്ടെ, നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്ന ആ റിലേഷൻഷിപ്പ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ല. എന്താണ് ആ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ആ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോവാണ് അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റിൽ കൂടിയിട്ട്. ഓക്കെ. അപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ എക്സ്പെരിമെന്റിനെ 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റും ആ എക്സ്പെരിമെന്റിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന കൺക്ലൂഷൻസിലേക്കുമാണ്. ഓക്കെ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തുടക്കം ഇതാണ്, ഈസ്റ്റേഴ്സ് എക്സ്പെരിമെന്റ്. ഓക്കെ. ഈസ്റ്റേഴ്സ് എക്സ്പെരിമെന്റ്. ഈസ്റ്റേഴ്സ് എക്സ്പെരിമെന്റ്. എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം, ഞാൻ പറഞ്ഞു, കറന്റുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അതില് അദ്ദേഹം ഒരു കണ്ടക്ടർ എടുത്തിട്ടുണ്ട്, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കണ്ടക്ടർ. ആ കറന്റ് എന്താണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള എക്സ്പെരിമെന്റ് എന്ന് നമ്മൾ പറയുന്നില്ല. കറന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കുക. എന്നാണ് കറന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള കണ്ടക്ടർ ആണിത്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ടക്ടർ. ഓക്കെ. ആ കണ്ടക്ടറിലെ കൂടിയിട്ട് അദ്ദേഹം കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒരു സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ. ആ സർക്യൂട്ടിൽ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒരു ബാറ്ററിയുമുണ്ട്. ഒരു ബാറ്ററി, ഒരു സ്വിച്ച്, ഒരു ബാറ്ററി, ഇത്രയാണ് ഇതിലുള്ളത്. ഓക്കെ. അപ്പോ ഈ സ്വിച്ച് എസ് എന്ന് വിളിക്കാം,
ഇത് ബാറ്ററിയുടെ പോസിറ്റീവ്, ഇത് ബാറ്ററിയുടെ നെഗറ്റീവ്. അപ്പൊ ഈ സ്വിച്ച് നമ്മൾ അദ്ദേഹം ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്ക് കൂടി കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്തെങ്കിലും അദ്ദേഹം സ്റ്റഡി ചെയ്യുകയായിരിക്കാം, മേ ബി, നമ്മളത് പറയുന്നില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ ഈ സർക്യൂട്ടിലേക്ക് കൂടി ഇങ്ങനെ കറണ്ട് കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. അത് എക്സ്പെരിമെന്റിന്റെ ഭാഗമല്ലായിരുന്നു. പെട്ടെന്നൊരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തെന്ന് പറഞ്ഞാൽ, ഈ കണ്ടക്ടറിന് താഴെ, ഈ കണ്ടക്ടറിന് ഞാൻ AB എന്ന് വിളിക്കുന്നു, AB എന്നുള്ള ഈ കണ്ടക്ടറിന് താഴെ ഒരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ടായിരുന്നു. എന്താണ് ഒരു മാഗ്നറ്റിക് നീഡിൽ? ഓർമ്മയില്ലടാ, മാഗ്നറ്റിക് നീഡിൽ ഓർമ്മയില്ലടാ? എന്താണ്? ഇതാ ഒരു ചെറിയൊരു ടൈനി മാഗ്നറ്റ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അല്ലെ, ഒരു ടൈനി മാഗ്നറ്റ്, ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ചെറിയൊരു മാഗ്നറ്റ്. സാധാരണ രീതിയിൽ അതെങ്ങനെയാണ് നിൽക്കുക? യെസ്, ഭൂമിയുടെ നോർത്ത് സൗത്ത് ആയിട്ട്, ഇതാണ് സൗത്ത്, ഇതാണ് നോർത്ത്. ഭൂമിയുടെ നോർത്ത് സൗത്ത് ആയിട്ടാണ് അത് ഒക്യുപ്പൈ ചെയ്യുക അല്ലെ. എപ്പോഴാണത് തിരിയുക? അതിനടുത്തെങ്ങാനും വേറൊരു മാഗ്നറ്റ് വന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. അതിനടുത്തോട്ട് വരുന്ന മാഗ്നറ്റിന്റെ പോൾ അനുസരിച്ചിട്ട് അതിന് അട്രാക്ഷനോ റിപ്പൾഷനോ സംഭവിക്കും. എനിവേ, അവിടെ ഒരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ടായിരുന്നു. ആ നീഡിൽ ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നു. ഇതാണെടാ മാഗ്നറ്റിക് നീഡിൽ. ഓക്കെ, ഇത് നീഡിലിനെ എന്താ പറയാ, നീഡിലിനെ താങ്ങി നിർത്തുന്ന സ്റ്റാൻഡാണ് ഇത് സ്റ്റാൻഡാണ്. ഓക്കെ, നീഡിലിനെ താങ്ങി നിർത്തുന്ന സ്റ്റാൻഡ്. അതിന്റെ മുകളിലുള്ള നീഡിലാണിത്. നോക്കോ, ഇതാണ് നീഡിൽ. ഓക്കെ, ആ കണ്ടക്ടറിന് താഴെ, AB എന്ന കണ്ടക്ടറിന് താഴെ ഉണ്ടായ മാഗ്നറ്റിക് നീഡിലാണ്. ഓക്കെ, ആ നീഡിൽ എന്താണ്? ആക്ച്വലി മാഗ്നറ്റ് ആണ്. അതിന് രണ്ട് പോളുകളുണ്ട്. ഓക്കെ, ഓർമ്മയില്ലേ? 2 പോളുകളുണ്ട്. അതിൽ നോർത്ത് പോളാണിത്. ഓക്കെ, നോർത്ത് പോളാണിത്, സൗത്ത് പോളാണിത്. അപ്പൊ ഇതിന് താഴെ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് നീഡിലാണിത്. അദ്ദേഹം ചെയ്യുന്ന എക്സ്പെരിമെന്റുമായിട്ട് ഇതിന് റിലേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ച എക്സ്പെരിമെന്റുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇദ്ദേഹം സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാര്യം സംഭവിച്ചു. എന്താണെന്നറിയാവോ? അത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. എന്താണെന്നറിയാവോ? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ നീഡിലിന്റെ ഒരു ഡിഫ്ലക്ഷൻ, ഇതിന് താഴെയുള്ള നീഡിലിന് ചെറിയൊരു ഡിഫ്ലക്ഷൻ. എങ്ങനെയാണെന്നറിയാവോ? സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നീഡിൽ ഉണ്ടായത്. സാധാരണ നീഡിൽ എങ്ങനെയാണോ നിൽക്കേണ്ടത് ആ രീതിയിലാണ് നിന്നിട്ടുണ്ടായത്. പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നീഡിൽ ഇതാ ഇങ്ങനെ തിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് നോർത്ത് അങ്ങോട്ട് തിരിഞ്ഞു, സൗത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു. അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ തങ്ങാനാടാ, ഇതാണ് ഡയറക്ഷൻ. ഇത് വെസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റിലോട്ടും സൗത്ത് ഈസ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്തു. നോർത്ത് വെസ്റ്റിലോട്ടും സൗത്ത് ഈസ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്തു. വളരെ ചുരുക്കി പറഞ്ഞ ഡിഫ്ലക്ട് ചെയ്തു. മാഗ്നറ്റിക് നീഡിലിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. എന്താ സംഭവം ഇത്? അദ്ദേഹം സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാവോ? ഇത് ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ടായ നീഡിൽ വീണ്ടും അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വന്നു. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും അദ്ദേഹം ഓൺ ചെയ്തു. ഓൺ ചെയ്യുമ്പോൾ അതാ വീണ്ടും തിരിയുന്നു. ഓഫ്, ഓൺ, ഓഫ്, ഓൺ, ഓഫ്, തിരിയുന്നു. എപ്പോ മാത്രം? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രം നീഡിലിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. ഓഫ് ചെയ്യുമ്പോൾ ആ ഡിഫ്ലക്ഷൻ ഇല്ലാതാകുന്നു. എന്താ സംഗതി? അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാവോ? അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ച എക്സ്പെരിമെന്റ് നിർത്തിവെച്ചു. പുതിയൊരു കാര്യമാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിന്റെ പുറകിലേക്ക് കൂടി പോകാം. എന്താണ് ഇതിന് കാരണം? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രം, സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിലെ കൂടി കറന്റ് പോകുമ്പോൾ മാത്രം ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഇല്ല. എന്താ സംഗതി? അദ്ദേഹത്തിന് എന്തോ ക്ലിക്കായി, പെട്ടെന്ന് എന്തോ ക്ലിക്കായി, എന്തോ ബൾബ് മിന്നി. എന്താ സംഗതി? ആ ഉദ്ദേശിച്ചത് ശരിയാണോ?
ചിലപ്പോൾ ശരിയായിരിക്കോ, അല്ല അങ്ങനെ ആയിരിക്കില്ലേ എന്ന് എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലേക്കൂടി ഇങ്ങനെ ഓടി. അത് ശരിയാണോ, ചിന്തിച്ചത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ എക്സ്പെരിമെന്റിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി വിശദമായിട്ട് എക്സ്പെരിമെന്റ് ഒന്ന് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ചെയ്ത കാര്യങ്ങളിലേക്ക് കൂടി ചെറിയൊരു യാത്ര തുടക്കം നമ്മൾ തുടങ്ങി. ഓക്കെ, ബാക്കി അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അവസാനം അദ്ദേഹം എത്തിച്ചേർന്ന കൺക്ലൂഷനിലേക്കും ഇനി നമുക്ക് പോകാം. ഓക്കെ, നോക്കടാ. അപ്പൊ എന്താ സംഭവം? സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അതിന് താഴെയുള്ള നീഡിലിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചു. എങ്ങോട്ടാണ്? നോർത്ത് വെസ്റ്റിലോട്ടും സൗത്ത് ഈസ്റ്റിലോട്ടും ഡിഫ്ലക്ട് ചെയ്തു. ഓക്കെ, അത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താണ് ഈ നോർത്ത് പോൾ എങ്ങോട്ട് തിരിയാനാണ്? എങ്ങനെ തിരിയാനാണ്? എങ്ങനെയാണ് തിരിഞ്ഞത്? ഇങ്ങനെ തിരിഞ്ഞു. അദ്ദേഹം നോർത്ത് ഇത് ഇങ്ങനെ തിരിഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നു. ഈ നോർത്ത് ഇത് ഇങ്ങനെ തിരിയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെ തിരിയാൻ ആഗ്രഹിക്കുന്നു. അതായത് സർക്കുലർ പാത്തിൽ ഇങ്ങനെ തിരിയാൻ. ഇങ്ങനെയുള്ള ഡയറക്ഷന്റെ പേരെന്താടാ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞു. ആരെ? മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത്. അപ്പൊ ഇവിടെ ചെയ്ത കാര്യങ്ങളും കണ്ട കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. നമ്മൾ എന്താ ചെയ്തത്? A conductor is placed above the magnetic needle. Okay, so position of conductor AB. എവിടെയാ വെച്ചത്? പൊസിഷൻ ഓഫ് കണ്ടക്ടർ എ ബിയുടെ പൊസിഷൻ എവിടെയാണ്? above the magnetic needle. above the magnetic needle. Okay, magnetic needle. ഓക്കെ, ഇനി കറന്റിന്റെ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടാ? ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് എക്സ്പെരിമെന്റിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇത്. നമ്മൾ ഓർമ്മയാണ്, ഞാൻ 4 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. സോ എക്സ്പെരിമെന്റ് 1. ഓക്കെ, അത് അവിടെ എഴുതാൻ വിട്ടു പോയതാണ്, ഓർമ്മിക്കണം. എക്സ്പെരിമെന്റ് 1 അതിൽ ഒന്നാമത്തെ എക്സ്പെരിമെന്റിൽ കണ്ടക്ടറിന്റെ പൊസിഷൻ നീഡിലിന്റെ മുകളിലാണ്. കറന്റിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറന്റ് എവിടെ നിന്ന് എങ്ങോട്ടാ? ഓക്കെ, എവിടെ നിന്ന് എങ്ങോട്ടാ? ഓക്കെ, എങ്ങോട്ടാ? പോസിറ്റീവ് നെഗറ്റീവിലോട്ടല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന കറന്റ് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുന്നു. അതായത് കണ്ടക്ടറിലേക്ക് കൂടി കറന്റ് ഒഴുകുന്നത് A to B ആണ്. ഓക്കെ, A to B, ഡയറക്ഷൻ ഓഫ് കറന്റ് A to B. അപ്പോൾ കണ്ടക്ടറിലേക്ക് കൂടിയിട്ട് A to B ഡയറക്ഷനിൽ കറന്റ് പാസ് ചെയ്തു. കണ്ടക്ടറിൽ കൂടി A to B ഡയറക്ഷനിൽ കറന്റ് പാസ് ചെയ്തപ്പോൾ എന്താണ് കണ്ടത്? മാഗ്നറ്റിക് നീഡിൽ റൊട്ടേറ്റ് ചെയ്തു. ആ റൊട്ടേറ്റ് ചെയ്ത ഡയറക്ഷൻ എങ്ങോട്ടാണ്? Direction of motion of north pole of needle, magnetic needle. എങ്ങോട്ടാടാ? ആന്റി ക്ലോക്ക് വൈസ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടെ ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, നോർത്ത് പോൾ ഇങ്ങനെ തിരിഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ്പെരിമെന്റ് നമ്പർ 1. ഇനി അദ്ദേഹം അദ്ദേഹത്തിന് എന്തോ ക്ലിക്കായെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ക്ലിക്കായ സംഗതി ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ബാറ്ററിയെ അങ്ങ് തിരിച്ചു വെക്കുകയാണ്. ഈ ബാറ്ററി ഉണ്ടല്ലോ, ഈ ബാറ്ററി അങ്ങ് തിരിച്ചു വെക്കുകയാണ്. അതായത് ബാറ്ററിയുടെ എൻഡുകൾ ചേഞ്ച് ചെയ്യുകയാണ്. നേരത്തെ പോസിറ്റീവ് ഇവിടെയല്ലേ ഉണ്ടായത്, ഇനി പോസിറ്റീവിനെ ഇവിടെ വെക്കുന്നു, നെഗറ്റീവിനെ ഇവിടെ വെക്കുന്നു. സോ ദിസ് ഈസ് പോസിറ്റീവ് ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഇനി കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? കണ്ടക്ടറിന്റെ പൊസിഷൻ മാറ്റുന്നില്ല. കണ്ടക്ടറിന്റെ പൊസിഷൻ എവിടെയാണ്? പൊസിഷൻ എക്സ്പെരിമെന്റ് നമ്പർ 2, നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെന്റിലേക്ക് പോവാണ്. ദിസ് ഈസ് എക്സ്പെരിമെന്റ് നമ്പർ 2 നമ്മൾ കണ്ടക്ടറിന്റെ പൊസിഷൻ മാറ്റുന്നില്ല. എവിടെയാണ്? നീഡിലിന്റെ മുകളിൽ തന്നെയാണ്. എന്താണ് മാറ്റിയത്? ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറന്റ് ചേഞ്ചസ് ടു B to A. ഓക്കെ, അങ്ങനെ മിസ്റ്റർ ഈസ്റ്റഡ്
ബാറ്ററി തിരിച്ചു വെച്ചു. ഇനി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ബിയിൽ നിന്ന് എയിലോട്ടാണ്. അങ്ങനെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോഴതാ വീണ്ടും ഇയാൾ തിരിയുന്നു. പക്ഷെ ആ തിരിയുന്ന ഡയറക്ഷന് ചെറിയൊരു വ്യത്യാസം. അങ്ങോട്ട് തിരിഞ്ഞ നീഡിൽ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. നോർത്ത് ഇങ്ങോട്ടായി, സൗത്ത് അങ്ങോട്ടായി. ഏതായാലും തിരിഞ്ഞിട്ടുണ്ട്. റൊട്ടേഷൻ ഇതാ സംഭവിച്ചിട്ടുണ്ട്. ഇതാ നേരത്തെ തിരിഞ്ഞത് അങ്ങോട്ടാണ്. ഓക്കെ, നേരത്തെ ഇദ്ദേഹം തിരിഞ്ഞത് എങ്ങോട്ടാണ്? നീഡിൽ തിരിഞ്ഞത് എങ്ങോട്ടാണ്? ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു. ഇനി തിരിയുന്നത് ഇങ്ങോട്ടാണ്. അതായത് നോർത്ത് ഈസ്റ്റിലോട്ടും സൗത്ത് വെസ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നു. അതായത് നീഡിലിന്റെ സൗത്ത് പോള് ഇങ്ങനെ തിരിയാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെ തിരിയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇങ്ങനെ തിരിയാൻ ആഗ്രഹിക്കുന്നു. എന്താ അതിന്റെ പേര്? ക്ലോക്ക് വൈസ്. അതായത് ഇങ്ങനെ തിരിയുന്നു. ഇതാണ് രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ വന്ന മാറ്റം. എന്താണ്? ബാറ്ററിയുടെ പൊളാരിറ്റി മാറ്റി. പോസിറ്റീവും നെഗറ്റീവും തിരിച്ചു വെച്ചു. അപ്പൊ കണ്ട മാറ്റം എന്താണ്? ഇത് നേരത്തെ സംഭവിച്ചതുപോലെ ഡിഫ്ലക്ട് ചെയ്തിനോ? അത് ചെയ്തിന്, അതിൽ മാറ്റമില്ല. പക്ഷെ ആ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ മാറി. നേരത്തെ ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത നീഡിൽ ഇപ്പോൾ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ ഈ രണ്ട് എക്സ്പെരിമെന്റിൽ കണ്ട കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാലോ, കണ്ടക്ടറിലെ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അതിനടുത്ത് വെക്കുന്ന നീഡിലിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ആ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ഡയറക്ഷനിലല്ല. ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. എപ്പോഴാണ് ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ മാറിയത്? കറണ്ടിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ. എപ്പോഴാണ് ഡിഫ്ലക്ട് ചെയ്തത്? കറണ്ട് ഒഴുകുമ്പോൾ. ആ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷനും മാറുന്നു. കറണ്ട് ഒഴുകാത്തപ്പോഴോ ഡിഫ്ലക്ഷൻ ഇല്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്താ സംഗതി? ഇതൊന്ന് ക്ലിയർ ആക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഒന്നുകൂടി രണ്ട് എക്സ്പെരിമെന്റ് കൂടി അദ്ദേഹം ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് അതിൽ നിന്ന് കൺക്ലൂഷനിലേക്ക് വന്നു. ആ രണ്ട് എക്സ്പെരിമെന്റും കൺക്ലൂഷനും നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു.